ഇവിടെ അടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാന്ന് തോന്നുന്നു ഒരു പഠനം നടന്നത്. നമ്മുടെ ഈ മന്തി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത് എന്നുള്ള ഒരു പഠനം. അത്തരത്തിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫുഡ് നമ്മൾ ഇപ്പോൾ ഇത് വീണ്ടും ഒരു കാറ്റഗറൈസേഷനാണ്. നമ്മൾ ഫുഡിനെ പറയുമ്പോൾ ഹൈ കാലറി ഫുഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മന്തിയിൽ നിങ്ങൾ റൈസ് കുറേ കഴിച്ചാൽ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് ഈ കാർബോഹൈഡ്രേറ്റ്, അതെ, കാർബോഹൈഡ്രേറ്റ്, ഓയിൽ, ഷുഗർ, ഈ സാധനങ്ങളാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ചിലർ പറയും നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ, പക്ഷേ നമ്മൾ കപ്പ കഴിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അതിലുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ നിങ്ങൾ തട്ടുകടയിൽ പൊരിച്ച സാധനം തിന്നുമ്പോൾ അതിൽ ഒരുപാട് ഓയിലുണ്ട്. സോ ഫുഡിൻ്റെ ഒരു സാധനമല്ല, അതിൻ്റെ കണ്ടന്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഏത് ഡോക്ടർ നമ്മൾ പോയാലും പറയും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. പക്ഷെ എന്ത് കഴിക്കണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലറി ആണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ ആവറേജ് ഒരു മനുഷ്യന് 1000-1500 കിലോ കാലറിയാണ് ആവശ്യമുള്ളത്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് റൈസ് കഴിക്കും. ഈ റൈസ് സ്വഭാവം നമുക്ക് എന്തുകൊണ്ടുണ്ടായി? നമ്മൾ പണ്ട് വളരെ എക്സസൈസ് ചെയ്യുന്ന കൃഷി ജീവിതവൃത്തിയായിരുന്നു, അപ്പൊ അവർക്കത് ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് ഇല്ലാത്തപ്പോൾ നമ്മൾ ആ കാർബോഹൈഡ്രേറ്റ് കുറക്കണം. പിന്നെ ഓയിൽ, നമ്മൾ കോക്കനട്ട് ഉള്ള ഒരു സ്റ്റേറ്റ് ജീവിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ഓയിലിൽ പൊരിച്ചിട്ടാണ് കഴിച്ചിരുന്നത്. ഓയിലിൻ്റെ അളവ് കുറക്കണം. ഷുഗർ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാലറി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അതായത് പഞ്ചസാരയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മധുരം, ഓയിൽ, കാർബോഹൈഡ്രേറ്റ്, ഇതാണ് നമ്മൾ കുറക്കേണ്ടത്. അല്ലാതെ നോൺ വെജ് കഴിച്ചോ വെജ് കഴിച്ചോ അവിടെ അല്ല വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇന്റർവൽ ഓഫ് ഫുഡ് കഴിക്കുന്ന ഒരു പീരീഡ്സ് ആൻഡ് ദ ടൈം ആൻഡ് ദ ക്വാണ്ടിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ഇന്റർവെൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇടയിൽ കുറച്ച് കഴിച്ചു എന്ന് വിചാരിച്ച് ഓവറോൾ ഒരു 24 hour നിങ്ങളുടെ കാലറി ഇൻടേക്കിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിച്ചാലും ഒരുമിച്ച് കഴിച്ചാലും വലിയ പ്രശ്നമല്ല. ഓഫ് കോഴ്സ് മേ ബി കുറച്ച് ഡൈജഷൻ പ്രോബ്ലംസ് വരാം. എപ്പോഴും കഴിച്ചാൽ നമ്മുടെ ഡൈജഷൻ വ്യവസ്ഥക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ ഓവറോൾ എഫക്റ്റ് എത്ര കാലറി നമ്മൾ എടുക്കുന്നു, അതിൽ നിന്ന് എത്ര കാലറി നമ്മൾ ചിലവാക്കുന്നു, അതാണ് നമ്മൾ എക്സസൈസ് എന്നും മറ്റൊന്നും പറയുന്നത്. സാർ ഇത് പറയുമ്പോൾ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഉള്ള 1-2 പഠനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അധ്വാനിക്കുന്ന ആളുകളും ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നൊരു ഇത് കണ്ടുവരുന്നു. അപ്പോൾ അവരിൽ ഒരു പക്ഷേ ഈ സാർ പറഞ്ഞ പോലെ ഈ കലോറിയുടെ അളവ് കൂടിയിട്ടുള്ളതാണോ ഈ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം, അതോ ഇവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ശാരീരിക അധ്വാനം, ഇപ്പോൾ നന്നായിട്ട് തോട്ടപ്പണി എടുക്കുന്ന ആളുകളുണ്ട്, ഇവർ കൃഷിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്, ഇവർക്കൊക്കെ ചിലപ്പോൾ നല്ല ബോഡി ബിൽറ്റ്, നമുക്ക് കാണുമ്പോൾ നല്ല ബോഡി ബിൽറ്റാണ്. അതുപോലെ ജിമ്മിന് പോകുന്ന ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ നല്ല ബോഡി ബിൽറ്റാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അപ്പോൾ അവർ മരണപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇതിനുള്ളൊരു കാരണം സാർ ഈ പറഞ്ഞ ഹൈ കലോറിയാണ്. അതിന് നമ്മൾ സഡൻ ഡെത്ത് സിൻഡ്രോം എന്നാ പറയാ. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക് ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിന് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയിലുള്ള ചേഞ്ചുകളുണ്ട്. അതിനെ അറിത്മിയ എന്ന് പറയും. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അങ്ങനെയുള്ള ഹാർട്ടിൽ 2 സാധനങ്ങളുണ്ട്. ഒന്നൊരു ബ്ലഡ് ഫ്ലോയിന്റെ പ്രശ്നമുണ്ട്, ഒന്നൊരു ഇലക്ട്രിക് പ്രോബ്ലം ഉണ്ട്. ഈ സഡൻ ഡെത്തിന്റെ നല്ലൊരു ഭാഗം ഈ ഇലക്ട്രിക് വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതിനാണ് നമ്മൾ പേസ് മേക്കർ വെക്കുക, ഡീഫിബ്രിലേറ്റർ വെക്കുക, അങ്ങനെയുള്ള പുതിയ പല ചികിത്സകൾ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മളെല്ലാ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാലും ഹൃദ്രോഗത്തിന് ഇത് മാത്രമല്ല കാരണം. തീർച്ചയായിട്ടും നമുക്ക് ഫെമിലിയലായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരുണ്ടാവാം. അതായത് ഫാമിലി ആയിട്ട് കൊളസ്ട്രോൾ വളരെ ഭക്ഷണത്തോട് റിലേറ്റഡ് അല്ലാതെ, അതുപോലെ ഫെമിലിയർ ആയിട്ട് നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നവർ, അത് സ്പാസം എന്ന് പറയും, അത് വെറുതെ ചുരുങ്ങിപ്പോയി ചില സമയത്ത് സഡൻ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സ്പാസം വരാം. അത് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് കാരണമാവാം. അതുപോലെ നമ്മൾ കാര്യമായിട്ട് ബോഡിയെ ട്രെയിൻ ചെയ്യാതെ സഡൻലി നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ ഒരു 10 ഷട്ടിൽ 10 റൗണ്ട് കളിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഒരു 21 കിലോമീറ്റർ മാരത്തോൺ ഓടുക. അതായത് ആവശ്യമായ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ ബോഡിയെ ട്രെയിൻ ചെയ്യാതെ അങ്ങനെ ചെയ്യുന്നത്
ഗുണത്തെക്കാളേറെ ദോഷം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ അപകടമാണ് എന്നാണ് സാറ് പറഞ്ഞ മറ്റൊരു വശം. നമ്മളൊരു എക്സസൈസിലേക്ക് പോകും, അതായത് ഒരു സാധാ നമ്മുടെ ലെവലിൻ്റെ ഒരു ഡബിളോ അതിൽ മുകളിലേക്കുള്ള എക്സസൈസിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ മുമ്പ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം, നമ്മൾ അതിന് ഫിറ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ ഗ്രാജുവൽ ഇൻക്രീസേ പാടുള്ളൂ, സഡൻലി നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഹയർ ഇന്റൻസിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അതാണ് അതിൽ അത് നമ്മുടെ ശരീരവുമായിട്ട് എടുക്കാൻ കഴിയില്ല, ശരീരത്തിൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും അത് പ്രോബ്ലംസ് സൃഷ്ടിക്കും.